ഇഞ്ചി കൃഷി ചെയ്തതല്ല. ഞാൻ വൈതളങ്ങ കൃഷി ചെയ്തതിൻ്റെ ഇടയ്ക്ക് ഈ അടുത്തടുത്ത് ഇത്രച്ച മാത്രമുള്ള ചെറിയ ഒരു ഇഞ്ചി വിത്ത് ഇടയ്ക്കുള്ള ക്യാപ്പിൽ കുഴിച്ചിട്ടുന്നതാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഇത് മറ്റേ ഓരോരുത്തർ യൂട്യൂബ് ചാനലിലൊക്കെ പറഞ്ഞ് ചെയ്യിക്കും കണക്കല്ല, നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരണം. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ സ്വന്തം വീട്ടിൽ നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ താല്പര്യം വരും. നോക്കൂ, ഇത്ര മാത്രമുള്ള ഒരു ചെറിയ കഷ്ണത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഇത്ര മാത്രം ഉൽപ്പാദിപ്പിക്കാമെങ്കിൽ ഇതിനകത്ത് ഒരു വളവും ഞാൻ ഇട്ടില്ല, വെറും ചാണകപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതിനകത്ത് ഒന്നും ചെയ്തതുമില്ല. ഞാൻ ചെയ്ത വൈതളങ്ങയാണ്. ഇവിടെ വൈതളങ്ങ നിങ്ങളെടുത്തല്ല വായ്പ തോണ്ടിയെടുക്കുന്നു. 50 പൈസയ്ക്ക് നമുക്ക് 5 രൂപ 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര ഇഞ്ചി തരും. 10 രൂപയ്ക്കൊന്നും ഇഞ്ചി തരാറില്ല. ഇത് തമിഴ്നാട്ടിലെ ഇഞ്ചിയല്ല, നാടൻ ഇഞ്ചിയാണ്. ചമ്മന്തിയൊക്കെ അരച്ച് കഴിഞ്ഞാൽ എന്തൊരു ടേസ്റ്റ്, എന്തൊരു മണമുള്ള ഇഞ്ചിയാണെന്നത്. ഇരിക്കുന്നു. ഒരു മൂട് ഇഞ്ചിയാണ്. നമ്മൾ ഇത്ര ഒരു പീസ് കുഴിച്ചിട്ടതാ. നോക്കൂ, നോക്കിക്കോളൂ. ഒരു മൂടാണ് ഇത്. ഒരു മൂടാണ്. ഒന്ന് നോക്കിക്കോളൂ. ഇത് ഇഞ്ചി കൃഷി ചെയ്തതല്ല. ഇഞ്ചി കൃഷി ചെയ്ത ആ വൈതളങ്ങ നട്ടിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓരോ ഇഞ്ചിയിൽ ഒരു കഷ്ണം കൊണ്ടുവന്ന് എൻ്റെ വൈഫ് കുഴിച്ചിട്ടതാണ്. നമുക്ക് ഇങ്ങനെയുള്ള താല്പര്യങ്ങളുണ്ട്. നമ്മൾ ഈ അവിടെ നിന്നൊക്കെ ചെറുത് കിട്ടുമ്പോൾ നമ്മൾ നട്ടേൻ്റെ ബാക്കി കിട്ടുമ്പോൾ ഇതേ കണക്ക് ഒരു പീസ് കുഴിച്ചിട്ടതാണ്. അവിടെ ഇരുന്ന് കിളിച്ചിൽ വെട്ടിയാണ്. എല്ലാവരും വിചാരിക്കും ഇഞ്ചി ചോലയിലേ ഉണ്ടാവുള്ളൂ. തണലുള്ള സ്ഥലത്ത് തന്നെയാണ് ഇഞ്ചി ഉണ്ടാവണം. പക്ഷേ സൂര്യപ്രകാശത്തിൽ ഇഞ്ചി ഉണ്ടാവും. നോക്കൂ, എത്ര രൂപ വരെ ഇഞ്ചി വരും. ഇത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പവൻ പോലെ പോകും. തമിഴ്നാട്ടിലെ ഇഞ്ചിക്കാണെന്നുള്ളത് കംപ്ലീറ്റ് നീരാണ്.